സുഖം സുഖം ക്ഷോണീയനാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. അതങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹതാശർ നമ്മൾ. ക്ഷോണിയ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം. നാം എന്ത് ചെയ്യുന്നു, അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു, കാലം കളയുന്നു എന്നർത്ഥം. മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത്. നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ, നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ. സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ, സിനിമാ ഗാനങ്ങൾ, ശ്രീകോമരമ്പി, സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ധാരാളം കവിതാ ശകലങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും ആർജിച്ചിട്ടുണ്ട്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ. ഒരു ഭൗതിക സുഖമെന്നാൽ സ്ത്രീ, ഗേൾഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ, വാഹനം, ആഡംബരങ്ങൾ, ഫർണിച്ചറുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ആഭരണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു. എവിടെയാണ് ശുക്രൻ്റെ നീചരാശി? കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി. ഇന്ദ്രിയാംശ കന്നി 28 ശുക്രൻ്റെ അതിനീച പോയിൻ്റാകുന്നു. അപ്രകാരം മീനം 28 ശുക്രൻ്റെ അത്യുച്ഛ പോയിൻ്റാണ്. അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ്. ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 കന്നിമാസം 23-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ നവംബർ 7 വരെ 30 ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും? ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നീചഗ്രഹേ അധപ്പതനം സ്വവൃത്തേ. അധപ്പതനം, താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും. ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു. ദീനത വരും, ദുരാചാരം, അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും. ഋണാപ്തിമാഹുഹു, താൻ കടപ്പെട്ടു പോകും. നീചാശ്രയം, പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും. കീകടദേശവാസം, പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും. ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം. ഭൃത്യത്വം, വേലക്കാരൻ എന്ന പോൽ തനിക്ക് ജീവിക്കേണ്ടി വരും. അധ്വാനം, അനാവശ്യമായ അധ്വാനങ്ങൾ വരും. 1-ന് 10 എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും. അനർത്ഥകാര്യം, കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും. ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ്? സ്നേഹത്തിലൊരു ദുഃഖം വരും. സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും. അവജ്ഞാതികൾ വരും. ഭാര്യാസുഖം കുറയും. ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും. പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ്. ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും. ശുക്രൻ സൂര്യനോട് കൂടിയാണ് നിൽക്കുന്നത്. ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ, ലഗ്നാൽ 5, 7, 9 ഭാവങ്ങളിൽ വന്നാൽ ഭാര്യാസ്യാദ് വികല അസ്തധർമ്മ സുതകൗ ഭാസ്വൽ ഭൃഗുജേത് സഹ. സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ 5, 7, 9 ഭാവങ്ങളിൽ വന്നാൽ ദാരവൈകല്യമാഹു, ഭാര്യയ്ക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് ആരാണ്? വരാഹമിഹിരാചാര്യനാണ്. സ്വൽപ്പം വൃത്തവിയുക്തമർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം, പല വൃത്തത്തിലുള്ള, പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂളാണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിഹിരാചാര്യൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല. സഹസ്രവർഷങ്ങൾക്കും അപ്പുറം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണകവെള്ളത്തിൽ നിഴലുകൾ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അത് പിഴക്കില്ല. അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ്, പൂർവ്വസൂരികളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക, അഭിമാനം കൊള്ളുക. ഭാര്യയുടെ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം. പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം, മീനൻ രാശിക്കാർക്ക്. ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും. അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. നാം 12 രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട്. പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം. ഏതായാലും ഈ ശുക്രൻ്റെ നീചസ്ഥിതിക്ക് എന്താണ് പരിഹാരം? എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി, കടുംപായസം ചെയ്യുക, ഗണപതിക്ക് നാളികേരം അടിക്കുക എല്ലാ വെള്ളിയാഴ്ചയും. ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിന് പരിഹാരം കാണാവുന്നതാണ്. ആവതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ.
ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നാം വീഴുന്നു. തൽസ്മരണം കിം കരോതി ബ്രഹ്മാദീനബി കിം കരീകരോതി. ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അത്ര വിശേഷമാണ് ദേവീപ്രീതി, ദേവീ പ്രാർത്ഥനകളെല്ലാം തന്നെ. എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാവുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് കർക്കിടകം രാശിക്കാർക്ക്? ശുക്രൻ അവരുടെ ലാഭാധിപനാണ്. അപ്രകാരം അവരുടെ ഗൃഹം, ഭൂമി, നാൽക്കാലികൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. 4-ാം ഭാവാധിപനാണ്. അത് സൂര്യനോടുകൂടെ ദുർബലമായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതാണോ? ബുധന് നല്ലതാണ്. 3-ൽ ബുധൻ വരുമ്പോൾ പ്രബലഹ എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. മറ്റേത് ഗ്രഹങ്ങളും വ്യാഴവും ശുക്രനുമൊക്കെ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കൃപണഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും നെറ്റിത്തടത്തിന് നേരെ വന്നാലും അനുഭവമുണ്ടാകില്ല. 3-ൽ ശുക്രൻ വരുമ്പോൾ രതി സ്ത്രീജനെ തസ്യ ന. ആ വ്യക്തിക്ക് സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാകില്ല, അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് തന്നോട് താല്പര്യമുണ്ടാകില്ല. ബന്ധുനാശ, തനിക്ക് ബന്ധുക്കൾക്ക് ക്ലേശങ്ങളുണ്ടാകും. ഗുരു യസ്യ ദുശ്ചിൽക്കോ ദാനമന്ത്രി, ദാനവന്മാരുടെ മന്ത്രി ദുശ്ചിൽക്കഹ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. നല്ല ഫലമല്ല. ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യോപി സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ. മക്കളുടെ കാര്യത്തിലൊരു പൂർണ്ണത വരില്ല, സംതൃപ്തി ഉണ്ടാകില്ല. മക്കളുടെ പല പ്രയാസങ്ങളും തനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിനാൽ സന്താനങ്ങളുടെ ക്ലേശങ്ങൾ, അവരുണ്ടാക്കുന്ന ചില പ്രയാസങ്ങൾ തന്നെ ഇമോഷണലി വളരെയധികം ബാധിക്കുമെന്ന് ചുരുക്കം. സേനാപതി കാതരോ ദാനസംഗ്രാമകാലേ, ദാനം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും 3-ൽ ശുക്രനുള്ള വ്യക്തി ഭയന്ന് പിറകോട്ട് മാറുന്നു. പലപ്പോഴും പല കമ്മിറ്റ്മെൻറ്റും ചെയ്യാം. ശരി, ഞാൻ ഇത്ര തരാം, കാശുകാരനാണ്, ഇത്ര തരാം, എൻ്റെ സഹായം ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഒരു സമയത്ത് ഡയലോഗ് അടിക്കും. അതേസമയം വീട്ടിലെത്തി അല്ലെങ്കിൽ ഭാര്യ പറയും, വഴക്ക് പറയും, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അല്ലെങ്കിൽ താൻ സ്വയം ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തത്? അതാണ് ദാനം ചെയ്തിട്ട് പിന്നീട് ദുഃഖിക്കേണ്ടി വരും, പിന്നീട് കൊടുത്തില്ലെങ്കിൽ ശത്രുത വരും. സംഗ്രാമകാല യുദ്ധത്തിൽ പല ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ ഭയന്നു പോകും 3-ൽ ശുക്രൻ വരുമ്പോൾ. ഇവിടെ ശുക്രൻ നീചസ്ഥനമാണ്, പ്രത്യേകിച്ചത് അറിയണം. അതിനാൽ തനിക്കാവുന്ന ധനം മാത്രം ദാനം ചെയ്യാൻ ശ്രമിക്കുക. തനിക്ക് പൊസിഷനിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രം മത്സരത്തിൽ നിൽക്കുക, അല്ലെങ്കിൽ മത്സരത്തിൽ പരാജയപ്പെടുമെന്ന് അറിയുക. ഡാൻസ് മുതലായ സ്റ്റേജ് പ്രോഗ്രാംസ്, ആർട്ട് ഫീൽഡിൽ ശോഭിക്കാം, സ്റ്റേജിൽ രംഗത്ത് അരങ്ങേറാം. തങ്ങളുടെ കല, പ്രതിഭ, അത് വീണയിലായാലും സംഗീത ഉപകരണങ്ങളിലായാലും ഡാൻസിലായാലും പാട്ടിലായാലും അത് പ്രകടിപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ ഒരു സമയം. എഴുത്തുകാർക്കും വളരെ നല്ലതാണ്. കാരണം 3-ൽ നിൽക്കുന്ന സൂര്യന് പലപ്പോഴും നല്ല ധൈര്യം വരും പല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ. ആ ശുക്രൻ ഭീതനാണെങ്കിലും ആദ്യത്തിനോടുകൂടെ വരുമ്പോൾ രംഗായുധേഹി ലബ്ധസ്വം, സ്റ്റേജിലും ശോഭിക്കും, ആയുധം കൊണ്ട് കളിക്കുമെന്നാണ്. ഗോൾഡ് സ്മിത്തുകൾ ഇവർക്കൊക്കെ തന്നെ ഈ മാസം കുഴപ്പമില്ലാത്ത വർക്കുകളൊക്കെ ലഭിക്കും. നല്ല ഡിസൈൻ എൻജിനീയേഴ്സ്, അപ്രകാരം വസ്ത്രവുമായി ബന്ധപ്പെടുന്ന ഫാഷൻ ഡിസൈനേഴ്സിനൊക്കെ നല്ല ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി തൻ്റെ ബോസിനെ ആകർഷിക്കുവാൻ നല്ല സമയമാണ്. എല്ലാ കർക്കിടക രാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.